കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച PV അൻവർ. കേരളത്തിൽ കോൺഗ്രസുമായുള്ള സഖ്യം TMC അംഗീകരിക്കാത്തതുകൊണ്ടാണ് പുതിയ തീരുമാനമെന്ന് അൻവർ പറഞ്ഞു. പുതിയ സംസ്ഥാന പാർട്ടി മെയ് 15-നുള്ളിൽ രൂപീകരിക്കും. UDF-നൊപ്പം തുടരുമെന്നാണ് പ്രഖ്യാപനം. PV അൻവർ അധികാരമോഹിയെന്നും സ്ഥിരതയില്ലാത്ത രാഷ്ട്രീയക്കാരനെന്നും തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചു. ഇന്ന് തൊട്ട് പൂർണ്ണമായും തൃണമൂൽ കോൺഗ്രസുമായുള്ള ബന്ധം വിച്ഛേദിച്ച് അടുത്ത മാസം 15-ാം തീയതിക്കുള്ളിൽ എല്ലാ ജില്ലകളിലെയും ജില്ലാ കമ്മിറ്റികളെ വിളിച്ചു ചേർത്ത് പുതിയ പാർട്ടിയുടെ പേരും നയരേഖയും ഒക്കെ ചർച്ചകൾ നടത്തി ഒരു പുതിയ പാർട്ടിയെ രൂപീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. തൃണമൂൽ കോൺഗ്രസും PV അൻവറും ഇനി രണ്ടു വഴിക്ക്. കേരളത്തിൽ കോൺഗ്രസുമായി ചേർന്നു പോകുന്നത് TMC ദേശീയ നേതൃത്വം അംഗീകരിക്കുന്നില്ല. ഇത് ബംഗാളിൽ തിരിച്ചടിയാകുമെന്നാണ് പറഞ്ഞത്. എന്നാൽ കേരളത്തിൽ UDF-നൊപ്പം നിൽക്കേണ്ടതുണ്ട്. അതിനാൽ എല്ലാ ബന്ധവും ഉപേക്ഷിക്കാൻ ഇന്ന് ചേർന്ന TMC സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിച്ചു. പുതിയ സംസ്ഥാന പാർട്ടി മെയ് 15-നുള്ളിൽ രൂപീകരിക്കും. UDF-നും രാഹുൽ ഗാന്ധിക്കും ഒപ്പം നിൽക്കും. സംസ്ഥാനത്തിന് പരമാവധി പരിഗണന നൽകുന്ന UDF-നോട് ഒപ്പം നിന്നുകൊണ്ട് ഈ പിണറായിസത്തെയും ഫാസിസത്തെയും എതിർക്കുന്ന ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിക്ക് പരിപൂർണമായ പിന്തുണ നൽകുന്ന ഒരു രാഷ്ട്രീയ നിലപാടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഒരു പുതിയ പാർട്ടിയെ രൂപീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ബേപ്പൂരിൽ തനിക്ക് തൃണമൂൽ കോൺഗ്രസിന്റെ ചിഹ്നം അനുവദിക്കാതിരുന്നതും നേതാക്കളാരും പ്രചാരണത്തിന് എത്താത്തതും കോൺഗ്രസ് നേതാക്കളുമായി വേദി പങ്കിടാൻ കഴിയില്ല എന്നതുകൊണ്ടാണെന്നും അൻവർ. PV അൻവർ അധികാരമോഹിയാണെന്നും സ്ഥിരതയില്ലാത്ത രാഷ്ട്രീയക്കാരനെന്നും തൃണമൂൽ കോൺഗ്രസ് സെക്രട്ടറി V ശിവദാസൻ ദാസു. PV അൻവർ തൃണമൂൽ കോൺഗ്രസ് വിട്ട് പുതിയ പാർട്ടി രൂപീകരിക്കുകയാണ്. ഈ അൻവറിന് പൊളിറ്റിക്കൽ ഒരു സ്ഥിരതയില്ല. ഇയാൾ ഇന്ന് പറയുന്നതല്ല നാളെ പറയാം. ഇയാൾ ഒരു അധികാരമൂല്യാണ്. ഇയാൾ ഏത് പാർട്ടിയിലാണ് പോകുന്നത് ആ പാർട്ടി ഫിനിഷാവും. ഇന്ന് കോൺഗ്രസിൽ പോയിട്ട് കോൺഗ്രസ് നാളെ ഫിനിഷാവും. ഇയാൾക്ക് അധികാരം ചെയ്യാതെ ഇയാൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഗുരുതര ആരോപണങ്ങൾ തുടരെ ഉന്നയിച്ച് CPIM-മായി വഴിപിരിഞ്ഞ PV അൻവർ MLA സ്ഥാനം രാജിവെച്ച് DMK പാർട്ടി ഉണ്ടാക്കി. എന്നാൽ തമിഴ്നാട് DMK അംഗീകരിച്ചില്ല. തുടർന്ന് ഒരു വർഷം മുമ്പ് പുതിയ രാഷ്ട്രീയ നീക്കം നടത്തി തൃണമൂൽ കോൺഗ്രസ് കേരള ഘടകത്തിന്റെ കൺവീനറായി. PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിനെ UDF അസോസിയേറ്റ് ഘടകകക്ഷിയാക്കി. തിരഞ്ഞെടുപ്പ് ഫലം വരും മുമ്പേ വീണ്ടും ഒരു നീക്കവുമായി അൻവർ. ഇനി പുതിയ പാർട്ടി, പുതിയ നീക്കങ്ങൾ. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.